മുർസിലിനെ അറിയൂല മുർസലിലൂടെ അല്ലാതെ. മുർസലിനെ അറിയുക. പിന്നെ ബിമാദ ഉർസില എന്നറിയുക. അതിൽ നിന്ന് മുർസിലിനെയും അറിയുക. നല്ലപോലെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. മുർസല്, ഇർസാല്, മുർസിൽ. മുർസിൽ അവ്യക്തനാണ്. മുർസിൽ മറ്റൊരു മുർസലിന് പോലും ബിഐനിഹി കാണാനായില്ല. റബ്ബി അരിനി അൻളുറു ഇലൈക. അപ്പോൾ മറുപടി ഇന്നക ലൻ തറാനി വലാകിൻ അൻളുറു ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. മുർസിൽ വ്യക്തതയുടെ അപ്പുറത്താണ് മുർസിൽ. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ ഉണ്ടായത്. മുർസിലിനെ കാണാൻ കഴിയൂല, അറിയാൻ കഴിയൂല. അള്ളാഹു അനുഗ്രഹിച്ചവർക്കല്ലാതെ മുർസിലിനെ അറിയാൻ കഴിയില്ല. പക്ഷെ മുർസലിനെ അറിയാൻ കഴിയും. മുർസലിൽ നിന്ന് മുർസിലിനെ മനസ്സിലാക്കണം. മൂന്നാമത്തെ ആളല്ലേ സയ്യിദുനാ മൂസ. 136 തവണയാണ് ഖുർആൻ മൂസായുടെ പേര് പറഞ്ഞത് അലൈഹിസ്സലാം. 136 തവണ ഖുർആൻ പേര് പറഞ്ഞ ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ഈ വ്യക്തി പോലും ഒരിക്കൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞില്ല. സൂറത്തുൽ അറാഫ് ഒന്നെടുക്ക്, പെട്ടെന്ന്. എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് 144 അല്ലെങ്കിൽ 143 അല്ലെങ്കിൽ 144 ആയിരിക്കും സൂറത്തുൽ അറാഫ് ആ ആയത്ത്. ഒന്നിരിക്കൽ 144 അല്ലെങ്കിൽ 143. എത്ര? 143. فلما جاء موسى لميقاتنا وكلمه ربه قال ربي أرني أنظر إليك. എനിക്ക് റബ്ബിനെ ഒന്ന് കാണണം, ഐനിഹി കാണണം, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആര്? ഖുർആൻ 136 തവണ പേര് പറഞ്ഞ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. 143 വിശുദ്ധ ഖുർആൻ 143 അൽ അറാഫിലെ 143 ആയത്. ഖാല, അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി ലൻ തറാനി. ലാ തറാനി അല്ല, ലൻ തറാനി. ഒരിക്കലും, ഒരു കാലത്തും, ഒന്നും. അതായത് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഭൂമിയുടെ ഈ മുകൾ തട്ടിൽ വെച്ച് എന്നൊക്കെ അർത്ഥം വെക്കാം. ഒരു കാരണവശാലും താങ്കൾക്ക് എന്നെ കാണുക സാധ്യമല്ല. ഒരിക്കലും കാണുക സാധ്യമല്ല. വലാകിൻ ഉൻളുറു ഇലൽ ജബൽ. വേണമെങ്കിൽ ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫഇൻ ഇസ്തഖറ മകാനഹു. എന്റെ ഒരു നേരിയ നൂറ് തജല്ലി ആ സ്ഥലത്തെത്തുകയും അതിനൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫസൗഫ തറാനി, താങ്കൾക്കും എന്നെ കാണാൻ കഴിഞ്ഞേക്കും. ഫലമാ തജല്ല റബ്ബുഹു ലിൽ ജബലി. അള്ളാഹുവിന്റെ ആ നൂറ് തജല്ലി, ആ നേരിയ പ്രകാശം, വളരെ നേരിയ ആ പ്രകാശം ആ പർവ്വതത്തിലേക്ക് അടിച്ചപ്പോൾ ജഅലഹു, ആ പ്രകാശം പർവ്വതത്തെ ആക്കിക്കളഞ്ഞു. ദക്കൻ, പൊട്ടി. ദക്കൻ, ലോകാവസാന ദിവസമാവുന്ന നാം പൊടി. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ ഫജ്ർ. മനസ്സിലായില്ലേ പറഞ്ഞത്? ജഅലഹു ദക്കൻ, അത് പൊട്ടി. വഖറ മൂസ സായിഖ. ആ രംഗം സഹിക്കാനാവാതെ മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. വീണു സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കരുത്തൻ, അമ്പിയാക്കളിൽ വലിയ കരുത്തൻ. എന്തുകൊണ്ട്? വലിയ ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ലോകം വലിയ, എന്താ പറയാ, ലോകചരിത്രം കണ്ടതിൽ, ഇന്ന് വരെ ലോകചരിത്രത്തിൽ കണ്ടതിലെ ഏറ്റവും വലിയ ഇംപീരിയലിസ്റ്റ് എന്ന് പറയപ്പെടുന്ന റാംസസ് രണ്ടാമനിലേക്ക് അയക്കപ്പെട്ട ആളാണല്ലോ ആര്? സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. BC 15th century, BC
15th സെഞ്ചുറിയിലാണ് അയക്കപ്പെട്ടത്. ആര്? സയ്യിദുന മൂസ അലി റാംസസ് രണ്ടാമനിൽ. അപ്പൊ അത്രയും കരുത്തുള്ള ആൾ തന്നെയാണ് സയ്യിദുന മൂസ. ആ രംഗം അനുഭവിക്കാനാവാതെ സയ്യിദുന മൂസ ബോധരഹിതനായി വീണു. ഫലമ്മ അഫാഖ, ബോധം തെളിഞ്ഞപ്പോഴോ കാല, മൂസ പറഞ്ഞു സുബ്ഹാനക, നീ പരിശുദ്ധൻ, തുബ്തു ഇലൈക, ഞാൻ തൗബ ചെയ്തു, ഇനി നിന്നെ കാണണമെന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെടില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ മുർസിൽ, മുർസൽ, മുർസിൽ, മുർസൽ എന്താർത്ഥം? മുർസൽ എന്താർത്ഥം? മുർസൽ അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ എന്നൊരാൾ ഉണ്ടാവുകയാണെങ്കിൽ അയച്ചവൻ ഉണ്ടാവുമല്ലോ. അയച്ചവൻ ഇല്ലാതെ ആരുണ്ടാവില്ല? അയക്കപ്പെട്ടവൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ മുർസൽ, മുർസൽ എന്ന വാക്കിന് ഇപ്പുറത്ത് എന്തുണ്ട്? മുർസിൽ ഉണ്ട്. മുർസിൽ എന്നും അവ്യക്തനായിരിക്കും ഈ ഭൂമിക്ക് മുകളിൽ. മനസ്സിലായില്ല? ഈ ഭൂമിക്ക് മുകളിൽ എന്നും അവ്യക്തനായി തന്നെ നിൽക്കും. ആര്? മുർസിൽ. മുർസിൽ, മുർസിലിനെ ബിഐനിഹി, കണ്ണുകൊണ്ടെന്ന് കാണണമെന്ന് കൊതിയായി. ആർക്ക്? ലോകം കണ്ട മൂന്നാമത്തെ മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാം. 136 തവണ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സയ്യിദുന മൂസ തങ്ങൾക്ക് അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനെ കാണാൻ വല്ലാത്തൊരാഗ്രഹമായി. അത് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്തു. സീനായി മരുഭൂമിയിലെ ഒരു കുന്നിന്റെ മുകളിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ കുന്ന് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ആ കുന്നിന്റെ മുകൾ ഭാഗം കറുത്ത് കിടക്കാണ്. ഇപ്പോഴും പൊട്ടി പൊട്ടി പൊട്ടിയായി കറുത്ത് കിടക്കുക. എന്തുകൊണ്ട് കറുത്തു? അള്ളാഹുവിന്റെ നൂറു തജല്ലി വന്നപ്പോൾ ആ പർവ്വതത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പൊതുവെ സീനായി മരുഭൂമിയിലെ പർവ്വതങ്ങളെല്ലാം ചെമന്ന പർവ്വതങ്ങളാണ്, ചുവപ്പ. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? തൊട്ടടുത്ത കടലിന് റെഡ് സീ എന്ന് പേര് വന്നത്, ചെങ്കടൽ. അല്ലാതെ വെള്ളം ചുവപ്പല്ല. മനസ്സിലായില്ല? രാവിലെയും വൈകുന്നേരവും ഈ പർവ്വതങ്ങളുടെ പ്രതിഫലനം വരും. എങ്ങോട്ട്? വെള്ളത്തിലേക്ക്. അപ്പോൾ കരയിലൂടെ യാത്ര ചെയ്യുന്ന ആൾ വെള്ളം ചുമന്നിട്ടാണോ എന്ന് ധരിച്ചു. അല്ലാതെ ചെങ്കടലിലെ വെള്ളം തൂവെള്ളം. മനസ്സിലാവല്ലേ പറഞ്ഞത്? ചെങ്കടലിലെ വെള്ളം നമ്മുടെ അറബിക്കടലിലെ വെള്ളത്തെക്കാൾ പ്യൂറാണ്. ചെങ്കടലിലെ വെള്ളം പ്യൂറാണ്. നമ്മുടെ അറബിക്കടലിലെ വെള്ളത്തെക്കാൾ പ്യൂർ വാട്ടറാണ്. ഏത്? നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പോയി നിന്നാൽ നമുക്ക് അത്ര ഭംഗി കിട്ടൂല. ചെങ്കടല തൂവെള്ളയാ. നല്ല ശുദ്ധമായ വെള്ളം പോലെ ഇരിക്കും. ഉപ്പില്ല എന്നല്ല, അതിന്റെ കാഴ്ചയിൽ അത് അതിമനോഹരമായ വെള്ളത്തിന്റെ ഒറിജിനാലിറ്റിയിൽ നിൽക്കുന്നതായി കാണാൻ കഴിയുന്ന വെള്ളമാണ് ചെങ്കടലിലെ വെള്ളം. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ചുവന്ന കടൽ എന്ന് പേര്, ചെങ്കടൽ, റെഡ് സീ എന്ന് പേര് വരാൻ കാരണം എന്താണ്? അതിന്റെ കരയിൽ എന്തുണ്ട്? സീനായി മരുഭൂമിയുണ്ട്. സീനായി മരുഭൂമിയിലെല്ലാം ചെങ്കുത്തായ മലകളാണ്. ഈ മലകൾ മുഴുവനും ചുവന്ന മലകളാണ്. പ്രഭാത പ്രദോഷങ്ങളിൽ അതുവഴി യാത്ര ചെയ്യുന്ന ഒരു വഞ്ചിക്കാരൻ വെള്ളത്തെ കാണുമ്പോൾ എന്ത് ധരിച്ചു? ചുവപ്പ് ധരിച്ചു. ഈ പ്രതിഫലനം മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഈ പ്രതിഫലനം കാരണം വെള്ളം ചുവപ്പാണോ എന്ന് ധരിച്ചു. അതുകൊണ്ടാണ് ആ കടലിന് എന്ത് പേര് വന്നത്? റെഡ് സീ ഓർ ചെങ്കടൽ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ഈ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പർവ്വതം കറുത്ത് കിടക്കും. എന്തുകൊണ്ട്? فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما فاق قال سبحانك فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നല്ലപോലെ തല കൊടുത്ത് ഇവിടെ ചിന്തിക്കണം. മുർസലിന്റെ കാര്യത്തിൽ തർക്കമില്ല. മുർസലാണോന്നേ തർക്കുള്ളൂ. എന്തുകൊണ്ട്? മുർസൽ വ്യക്തം. മുഹമ്മദ്
എന്നൊരാൾ ജീവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ലോകത്ത്. ഈ ആൾ മുർസലാണോ എന്ന കാര്യത്തിൽ ഏത്തിസ്റ്റിന് തർക്കമുണ്ട്. എന്തുകൊണ്ട്? മുർസലാണെന്ന് വന്നാൽ മുർസിലിനെ അംഗീകരിക്കേണ്ടി വരും. അയച്ചവൻ അംഗീകരിക്കൽ നിർബന്ധവും അയക്കപ്പെട്ടവനാണെന്ന് സമ്മതിച്ചാൽ. ഇതാണ് ആരെ പ്രശ്നം? പറ. നിരീശ്വരവാദിയുടെ പ്രശ്നം അതാണ്. മുർസലിനെ അംഗീകരിച്ചാൽ മുർസിലിനെയും അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ഒരാളെ പറ്റി തർക്കമില്ല. അതേ സമയത്ത് മുർസിലിനെ പറ്റി തർക്കമുണ്ട്. ഉണ്ടോ ഇല്ലേ? കണ്ണുകൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല. ചെവിയാകട്ടെ വ്യക്തത പലർക്കും തരൂല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്, തല്ല കൊടുത്ത് ചിന്തിക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇനി ഇങ്ങോട്ട് ചുരുങ്ങിക്കോളൂ. മുർസലാണെന്ന് അംഗീകരിക്കുന്നവർക്കാണ് ഈ പ്രഭാഷണം. ഈ ആൾ മുർസലാണെന്ന് അംഗീകരിക്കുന്നവർക്കാണ് ഈ പ്രഭാഷണം. എന്നാൽ നിങ്ങളിൽ നിന്ന് ഇത് അംഗീകരിക്കാത്തവർക്കും പാഠം ഉണ്ടാവും. ഈ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയത് ഏത്തിസ്റ്റിനും നിങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളായാൽ. നമ്മൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുർസൽ ഉണ്ടെങ്കിൽ എന്തുണ്ട്? നമ്മൾ മുർസലിനെ അംഗീകരിച്ചു. അപ്പോൾ നമ്മൾ ആരെ അംഗീകരിക്കും? മുർസിൽ നീ തെറ്റരുത്. മുർസിൽ ഇസ്മു ഫായിലാൻ, മുർസൽ ഇസ്മു മഫ്ഊലാൻ. മുർസൽ എന്താർത്ഥം? അയക്കപ്പെട്ട ആൾ. അപ്പൊ ആരെ അംഗീകരിക്കണം? അയച്ചാൽ അംഗീകരിക്കണം. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരെ അംഗീകരിക്കും. രണ്ടാളെയും അംഗീകരിക്കും. മുർസലിനെ അംഗീകരിക്കും, മുർസിലിനെ അംഗീകരിക്കും. പിന്നെ ബിമാല അർസലഹുൽ മുർസിലു, ഇതാണ് നെക്സ്റ്റ്. എന്ത്? ബിമാല ഔ ലിമാല അർസലൽ മുർസല അൽ മുർസിലു. ബിമാല ഔ ലിമാല, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് മുർസിൽ ഈ മുർസലിനെ അയച്ചത്? മനസ്സിലാണ്ട് പറഞ്ഞു. ഇപ്പൊ സക്കീർ രാവിലെ എണീറ്റ് ജംഷിക്ക് ഫോൺ ചെയ്തു. എന്ത്? ജുസ്താൻ്റെ ഒന്ന് പോയി വരുന്നോ എന്ന് സങ്കല്പിക്ക്. അങ്ങനെ അവൻ വേഗം വണ്ടിയെടുത്ത് ഇത് കേട്ടാൽ ബാധി ജംഷി എന്ത് ചെയ്തു? വണ്ടിയെടുത്തു മൂത്തടുത്ത് കാട്ടിച്ചു വിട്ടു. വന്നു, ഇന്നെ കണ്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തിരിച്ചു പോയി ചായ കുടിച്ചു പോന്നു. വെളിയിലെത്തി. അപ്പൊ വീണ്ടും സക്കീർ ഫോൺ ചെയ്തു. പിന്നെ നടന്ന വിഷയം പറഞ്ഞപ്പോഴത്തിന് പിന്നെ ഈ കാര്യം കുറച്ച് ഗൗരവമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തന്നെ എന്ത് പറഞ്ഞു? ആ പോയെന്നല്ലോ. ഇത് സക്കീർ മാത്രം അറിയുകയാണെങ്കിൽ ഇത് സക്കീറിന്റെ അടുക്കൽ മാത്രം കിട്ടിയോ? ഇത് നാട്ടുകാരറിയാണെങ്കിൽ നാട്ടുകാരടുത്ത് മുഴുവൻ കിട്ടിയോ? എന്തുകൊണ്ട്? ഒരു വ്യക്തമായ പർപ്പസിന് വേണ്ടി അല്ലാതെ ഇർസാൽ ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി അല്ലാതെ ഒരാളെ അയക്കൂല. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യമുണ്ട് ഇതിനിടയിൽ. എന്തിനാണ് ഈ ആളെ മുർസിൽ അയച്ചത്? അപ്പൊ 3 കാര്യമാണ് മർമ്മം. അൽ മുർസലു വൽ മുർസിലു സാലിസൻ ലിമാദാ അർസലഹുൽ മുർസിലു. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ ചർച്ച 10 അവസാനിക്കും. ചിരിച്ചിട്ട് പിരിയ, സന്തോഷിച്ച് പിരിയ, വളരെ സന്തോഷിപ്പിക്കുക. സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ക്ലാസ്സാണ്. മനസ്സിലായില്ല? എന്തൊക്കെയാ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്? 2 മനസ്സിലായി. ഇനി 3ാമത്തെ മനസ്സിലാക്കാൻ മതി. 1, അൽ മുർസിലിനെ ഇപ്പൊ മനസ്സിലാക്കണ്ട. കാരണം മുർസൽ ഇല്ലാതെ മുർസിലിനെ അറിയില്ല. അൽ മുർസലു വൽ മുർസിലു. മുർസൽ അയക്കപ്പെട്ട ആൾ, മുർസിൽ അയച്ചാൾ. ഓക്കെ അല്ലേ? മുർസലാണെന്ന് അംഗീകരിച്ചാൽ ആരംഗീകരിക്കും? മുർസിലിനെ അംഗീകരിക്കും. അത് നമ്മൾ അംഗീകരിക്കുമല്ലോ. മുർസലും മുർസിലും. ഇനി 3ാമത്തെ ഒരു പോയിന്റ്, എന്താണ് ഈ പർപ്പസ്? എന്തിനാണ് ലിമാദാ അർസലഹുൽ മുർസിലു
എന്തിനാണ് ഈ ആളെ മുർസിൽ അയച്ചത്? ഇതും കൂടി ആയ വിഷയം പൂർത്തി. അൽ മുർസലു വൽ മുർസിലു സാലിസൻ ലിമാദാ അർസലഹുൽ മുർസിലു. ചാപ്റ്റർ ക്ലോസ് ആയി, കഴിഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അതിനൊരു ഉത്തരം വന്നു. എന്താ ഉത്തരം? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഒറ്റ പ്രോഗ്രാമേ മുർസലിനുള്ളൂ. ഒറ്റ പ്രോഗ്രാമിന് അയച്ചത്. ഒറ്റ പ്രോഗ്രാമിന് അയച്ചത്. ഒറ്റ പ്രോഗ്രാമിന് അയച്ചത്. ഒരൊറ്റ പ്രോഗ്രാമിന് അയച്ചത്. ഒരൊറ്റ പ്രോഗ്രാമിന് അയച്ചത്. ഒറ്റൊന്ന്. വമാ അർസൽനാക മാവ ഇല്ല എന്നത് ക്ലിപ്താശയം കൊണ്ടുവരും. മാവയില്ല എന്നാണ് ക്ലിപ്താശയം. ഒരു പദത്തിൽ മായും സെക്കൻഡ് പദത്തിൽ ഇല്ലായും കൊടുത്താൽ ക്ലിപ്താശയമായിരിക്കും. വമാ അർസൽനാക ഇല്ല. അപ്പൊ അവിടെ മാവ ഇല്ല. ഇത് സാഹിത്യത്തിന്റെ, അറബിയിലെ സാഹിത്യത്തിന്റെ ഒരു വഴിയാണ്. മാവ ഇല്ല. മാവ ഇല്ല ത്വരീഖുൽ ഹസ്ർ എന്ന് പറയും. അറബി പഠിച്ച, ഗ്രാമർ അല്ല, അറബിയിലെ സാഹിത്യം പഠിച്ച ആളുകൾ. മാവ ഇല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മാവ ഇല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. എന്താ അർത്ഥം? മുഹമ്മദ് റസൂൽ മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദിൽ മാ കൊടുത്തു, റസൂലിൽ ഇല്ലയും കൊടുത്തു. മാവ ഇല്ല. എന്തായി? മുഹമ്മദ് എന്ന ആൾ റസൂൽ മാത്രമാണ്. വമാ ഇലാഹുക്കും ഇല്ലാ വാഹിദ്. വമാ ഇലാഹുക്കും ഇല്ലാ വാഹിദ്. എന്നർത്ഥം നിങ്ങളുടെ ഇലാഹു ഒന്നും മാത്രമാണ്. മാവ ഇല്ല. ഒരു പദത്തിൽ മായും കൊടുക്കൂ, അടുത്ത പദത്തിൽ ഇല്ലയും കൊടുത്താൽ അറബിയിൽ ക്ലിപ്താശയമാണ്. അതായത് മാത്രം എന്ന ആശയം കൊണ്ട് ഇഷ്ടം പോലെ തെളിവങ്ങൾ കിട്ടും. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം. ഒരാൾ ഇവിടെ വന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിനക്കൊരു സലാം പറയാൻ വേണ്ടിയല്ലാതെ ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങളെ പ്രസംഗം ഞാൻ ചാനലിൽ കേൾക്കുന്നുണ്ട്. പിന്നെന്തിനാ ലിമാദാ ജിഇത്? പിന്നെന്തിനാ നിങ്ങൾ വന്നത്? വമാ ജിഇതുക ഇല്ലാ ലി അൻ ഉസല്ലിമ അലൈക. ഒരു സലാം പറയാൻ വേണ്ടി അല്ലാതെ. വമാ ജിഇതുക ഇല്ലാ ലി ഉസല്ലിമ അലൈക. മാവ ഇല്ല. അപ്പോൾ ഞാൻ വന്നത് സലാം പറയാൻ മാത്രമാണ്. ഞാൻ ഇത് എല്ലാ ആഴ്ചയും ഞാനിത് ചാനലിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് സലാം പറയാൻ വേണ്ടി എന്തോ ഒരു ആദ്യത്തെ പദത്തിൽ മായും രണ്ടാമത്തെ പദത്തിൽ ഇല്ലായും കൊടുത്താൽ മാത്രാശയാണ്. ഇത്രത്തോളം 12 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യം 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളെ തലേക്കത് കയറാനാണ്. അതിനുവേണ്ടി ഐദ്വായപ്പായിൽ ഇരുന്ന് 30 കൊല്ലം മുമ്പ് ഇരുന്ന തയമ്പ് ഇപ്പോഴും പോയിട്ടില്ല. കൈതോലപ്പായല് കൊല്ലങ്ങൾ അനവധി ഇരുന്ന് ഇത് പഠിക്കാൻ വേണ്ടി ഇരുന്ന തയമ്പ് ഇപ്പോഴുണ്ട്. ഇതാണ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഭൂതത്തിനെ കുടത്തിലാക്കിയ മാതിരി നിങ്ങൾക്ക് പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞത്? ഇനി നിങ്ങളത് മറക്കരുത്. ഒരു തൗഫീഖാണ്. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? മാവ ഇല്ല എന്നാൽ സാഹിത്യത്തിൽ മാത്രാശയം കൊണ്ടുവരും അറബിയിൽ. അപ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മ. അപ്പോ ആവശ്യമുള്ളൂ. മുർസലിനെ ഇർസാല് ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ഒരു താല്പര്യം വന്നു. എന്താണ് താല്പര്യം? അള്ളാഹുവിന്റെ കാരുണ്യം ലോകത്തെ അറിയിക്കുക. എന്തുകൊണ്ട്? അത് അറിയിക്കണം. കാരണം
ചരണ്ട് നിൽക്കണ്ട, അറിയിക്കണം. നിങ്ങൾ പേടിക്കണ്ട. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? കാര്യം ഒമാർസലിനാക്കയില്ല. മതം ഒരിക്കലും ഭയമല്ല. മതം എന്നാൽ പ്രതീക്ഷയാണ്. എന്തിനാ വന്നത്? എന്റെ റബ്ബ് കരുണയാണെന്ന് അറിയിക്കാൻ. ആരോടറിയിക്കാൻ? സർവ്വലോകത്തോടും അറിയിക്കാൻ. അതിനാണ് ഞാൻ അയച്ചത്. അപ്പോ ഉത്തരവും കിട്ടി. എന്ത്? നിങ്ങൾ ഷാറിലല്ലേ? പറ. 358 ക്ലാസ്സാണ്. നരകം എന്നൊരു വാക്ക് ഇതുവരെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നരകമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് എനിക്കൊരു കാരണമുണ്ട്. മനസ്സിലായില്ല? നരകല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നരകവാസികളില്ലേ? അതുകൊണ്ട്. പക്ഷെ ഈ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടില്ല. 358 ക്ലാസ്. അത് 2019 മാർച്ചിൽ തുടങ്ങിയതാ. 2026 ഓഗസ്റ്റിൽ അവസാനിക്കാൻ പോവാ. ഇതുവരെ നരകം എന്നൊരു വാക്ക് ഭയപ്പെടുത്തുന്ന അങ്ങനെയൊക്കെ സ്വാഭാവികമായി പറഞ്ഞു ഒന്നല്ലാതെ പറയില്ല. ആ വിഷയത്തിൽ ചർച്ചയില്ല. എന്തുകൊണ്ട്? وما أرسلناك إلا رحمة للعالمين وما أرسلناك إلا رحمة للعالمين حسبي ربي جل الله ما في قلبي غير الله صلى الله لا إله إلا الله حسبي ربي جل الله. ഉണർന്നിരിക്കുക. ഇത് വേറൊരാളെ എനിക്കാണ് പറഞ്ഞെന്നിരുന്നെങ്കിൽ ഞാൻ അന്നും ഉറങ്ങുന്നില്ല. വെറുതെ ഇവിടെ വന്നിരിക്കരുത്. എന്താണ് ഈ മജ്‌ലിസ്? മനസ്സിലാക്കണം. ഇതൊരു തൗഫീഖാണ്. എന്റെ റബ്ബിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബോധത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പദങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിനെതിരായി ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുമില്ല. وما أرسلناك إلا رحمة للعالمين. അങ്ങേ നാം അയച്ചിട്ടില്ല. ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ. അക്ഷയമായ കാരുണ്യം എന്റെ കയ്യിലുണ്ടെന്ന് ലോകത്തിന് അറിയിക്കാനല്ലാതെ. അങ്ങ് കാരുണ്യക്കടൽ, ഞാനോ മുർസലാകുമ്പോ സൃഷ്ടിയാണ്. അപ്പോൾ മുർസിൽ എന്നാൽ എത്രയായിരിക്കും ആ കാരുണ്യം? ഇങ്ങനെയൊക്കെ പ്രബോധനം ചെയ്തിട്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു സമുദ്രത്തിലെ ഒരു സൂചിക്കുത്തിന്റെ അളവിൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യം ജനം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുമില്ല. വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല. ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിലെ കാരുണ്യമായിട്ടല്ലാതെ. അതായത് കാരുണ്യം അറിയിക്കുക, എന്റെ കാരുണ്യത്തെ എത്തിക്കുക. താങ്കൾ തന്നെ കാരുണ്യം, താങ്കൾ വഴി എന്റെ കാരുണ്യം ലോകമറിയുക. അങ്ങനെ അർത്ഥം. എന്റെ കാരുണ്യം താങ്കൾ വഴി ലോകമറിയുക. കാരുണ്യം താങ്കളുടേതല്ല, എന്റേത്. അതിനെവിടെ തെളിവ്? 159 ആലു ഇമ്രാൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു. ഇതേ പദം വേറെ കൊല്ലത്ത് അപ്പുറത്ത്. ആലി ഇമ്രാൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്
അല്ലാഹുവായ എന്നിൽ നിന്ന് ലഭിച്ച കാരുണ്യം കൊണ്ടാണ് ലിന്തലഹും അവരോട് അങ്ങ് സൗമ്യമായി പെരുമാറിയത്. അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറി. എന്തുകൊണ്ട്? എന്നിൽ നിന്ന് അങ്ങേക്ക് കാരുണ്യം ലഭിച്ചു. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? ഒന്ന് ഉഷാറായിരിക്കടോ. എന്തൊരു മനുഷ്യന്മാരാണ്! എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഈ വാടിയ കൊളത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനുഷ്യന്മാരാ നിങ്ങള്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അങ്ങോട്ട് പോ. വമാ അർസൽനാക ഇല്ല. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? എന്തിനാ ഇവിടെ വന്നിരിക്കണം? ഏതാ സൂറത്ത്? ഏതാണ് ആയത്ത്? എത്ര നമ്പർ? പറ. നോക്ക് നോക്ക്, മുസാഫ് നോക്കി പറ. വമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ. മനസ്സിലായില്ലേ? വമാ ആയത്ത് പെട്ടെന്ന് എടുക്കും ഒരാള്. മുസാഫ് എടുത്തോ. മുസാഫിന്റെ കയ്യിലല്ലേ മക്കളുടെ? വേഗം എടുക്ക്. വമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ. സർവലോകത്തിനും, ഇങ്ങോട്ട് നോക്കടോ, സർവലോകത്തിനും കാരുണ്യം ആയിട്ടല്ലാതെ അങ്ങയെ അയച്ചിട്ടില്ല. കാരുണ്യം അങ്ങയുടേതുമല്ല എന്ന് ഇപ്പുറത്ത്. കാരുണ്യം ആരുടേതാണ്? എന്റേത്. എന്താ മീച്ചിരിക്കണ? എന്താ പറഞ്ഞ്? സർവലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല. അത് ഉറപ്പല്ലേ? അത് സത്യല്ലേ? പറയണോ സത്യല്ലേ? എന്നെ നോക്കിയിരിക്കണ് രാവിലെ വന്നിട്ട്. എന്താ മനസ്സിലാക്കാത്തത്? ഏതാണ് ആയത്? എത്ര? ഏത്? അംബിയ 107. ഇങ്ങോട്ട് സൂറത്തുൽ അംബിയ 107. ഇതൊക്കെ ഏത് കുറെ കാലായിട്ട് ഇതൊക്കെ കേൾക്കണ്. നിങ്ങൾ എന്തൊക്കെ ആലോചിച്ച് ഒരു ബമാർസലിനൊക്കെ ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ എന്നും പറഞ്ഞിട്ട് അപ്പുറത്തെ കവലയിൽ പോയി കുലാബി കുടിച്ച് മറ്റേ കവലയിൽ നിന്ന് കുറച്ച് മുട്ടായി വാങ്ങി മുണുങ്ങിപ്പോയാൽ മതിയോ? ഇതെന്താണ് ഈ പറഞ്ഞത്? മനസ്സിലാക്കണ്ടേ? എന്താണ് ഈ മനസ്സിലാക്കാത്തത്? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലടോ മുസ്ലിം ഭീകരവും അങ്ങേ അയച്ചിട്ടില്ല. വേറൊരായത്തിൽ കാരുണ്യം താങ്കളുടേതല്ല, കാരുണ്യം എന്റേത്. വബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് ലിന്തലഹും അങ്ങേക്ക് സൗമ്യഭാവത്തിൽ വർത്തിക്കാനായി. അപ്പോൾ അങ്ങ് കാണിച്ച സൗമ്യത പോലും എന്റെ റഹ്മത്താണ്. റഹ്മത്ത് അങ്ങയുടേതല്ല, റഹ്മത്ത് എന്റേതാ. ഞാൻ റഹ്മത്തായി അങ്ങേയച്ചു. എന്നാൽ നിങ്ങളുടെ സ്വന്തം മുതലല്ല, എന്റേതാണ്. അപ്പോൾ ഞാനാര്? ഇതാലോചിച്ച കഴിഞ്ഞു. നിങ്ങൾ ഖബർ ശിക്ഷയെ പറ്റി ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പോകും. 15 കൊല്ലമായിട്ട് വാല്യൂ പറഞ്ഞിട്ടില്ല. 15 കൊല്ലമായിട്ട് ഖബർ ശിക്ഷയെ പറ്റി ഒരു വാല്യൂ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖബർ ശിക്ഷ ഉണ്ടോ അല്ലേ എന്നുള്ളതല്ല. ഖബർ ശിക്ഷ ഉണ്ടോ? എനിക്കല് ബേജാറെന്തിനാ? ഞാൻ അള്ളാഹ് അള്ളാഹ് അങ്ങനെ ആക്കി തരട്ടെ. മനസ്സിൽ ഇത്ര വലിയ ആളാണ്, വലിയ ആക്ക് മാത്രമാണോ അള്ളാഹുണ്ടോ? മോശപ്പെട്ടവർക്കല്ലേ? അവനല്ലേ പരിശുദ്ധൻ, ഞാനല്ലേ മോശമുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ ചെയ്ത ദുആ പറഞ്ഞുതരാം. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ചെയ്ത ദുആ, അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ മാ അൻത ലഹു അഹ്ലുൻ വലാ തഫഅൽ ബിനാ വബിഹിം മാ നഹ്നു ലഹു അഹ്ലുൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സകല മുസ്ലിം മുഅ്മിൻ എല്ലാവർക്കും അല്ലാഹുവേ, അല്ലാഹു അർഹമായ കാര്യം ചെയ്തു തരണം, ഞങ്ങൾ അർഹമായത് ചെയ്യരുത്. അത് ഇന്ന് രാവിലെ ഞാൻ ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിരുന്നു കുറച്ച് ആളുകൾക്ക്. പറഞ്ഞവർക്ക് കൈപ്പൊക്കം. 1 2 3 4 5 5ആളില്ലേ ഈ സസിൽ ഞാൻ പറഞ്ഞു കൊടുത്താണ്. എൻ്റെ അടുത്ത് വന്ന് വാങ്ങിയാൻ പറഞ്ഞുതരാം. ഞാൻ തന്നെ പറഞ്ഞുതരും. ഞാൻ തന്നെ അങ്ങനെയുള്ള കയ്യിൽ നിന്ന് ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ കൈമാറി വരുന്ന ഒരു കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ദുആയാണ്. അത് ഇന്ന് രാവിലെയും ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ മാ അൻത ലഹു അഹ്ലുൻ. ഞങ്ങളെ കൊണ്ട് നീ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊണ്ട് നീ ചെയ്യേണ്ടത് നീ അർഹമായ കാര്യമാണ്, ഞങ്ങൾ അർഹമായ കാര്യമല്ല. ഞങ്ങൾ അർഹമായത് നിന്റെ കോപത്തിനാണ്. നീ അർഹനായത് ഞങ്ങൾക്ക് കരുണ ചെയ്യാനാണ്. ഞങ്ങൾ അർഹരായതുകൊണ്ട് ഞങ്ങളുടെ മേൽ വിധിക്കരുത്. നീ അർഹനായതുകൊണ്ട് വിധിക്കണം. നീ എന്തിനർഹനാണ്? മാപ്പ് കൊടുക്കാൻ
ഞങ്ങൾ എന്തിനർഹരാണ് ശിക്ഷ വാങ്ങാൻ? എന്താ അതിന് വലിയ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടോ? എന്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങണം. ആരാണ് എനിക്ക് പറഞ്ഞു കൊടുത്തൊന്നും, അയാൾക്കാരാ പറഞ്ഞു കൊടുത്തൊന്നും, അയാൾക്കാരാ പറഞ്ഞു കൊടുത്തൊന്നും, അയാൾക്കാരാ പറഞ്ഞു കൊടുത്തൊന്നും, ആരാണ് മുത്തുനബിക്ക് പറഞ്ഞു, മുത്തുനബി ആർക്കാണ് പറഞ്ഞു കൊടുത്തൊന്നും ഞാൻ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് കൃത്യമായി കിട്ടിയ ഒരു സിൽസിലയുടെ ദുആയാണ്. اللهم افعل بنا وبهم عاجلا واجلا في الدين والدنيا والاخره ما انت له اهل. നീ അർഹമായതുകൊണ്ട് ഞങ്ങളെ മേൽ ചെയ്യണം, ഞങ്ങൾ അർഹരായതുകൊണ്ട് ചെയ്യരുത്. ഞങ്ങൾ അർഹരായത് നിന്റെ കോപത്തിനും ശിക്ഷക്കുമാണ്. ഞങ്ങൾ അത്രയും മോശപ്പെട്ടവരാണ്, ഞങ്ങൾ അനുഗ്രഹത്തെ മതിമറന്നവരാണ്. നീ അർഹനായത് ഞങ്ങൾക്ക് മാപ്പ് ചെയ്യാനും ഞങ്ങൾക്ക് കരുണ ചെയ്യാനുമാണ്. അപ്പൊ അവന്റെ കരുണ എത്ര ഉണ്ടാവും?